ഇത്രയും സ്പേസ് ഉണ്ട് ഇവിടെ. ആ ലൈബ്രറി ഹാളുണ്ട്, അതിൻ്റെ മുകളിലൊരു ഹാളുണ്ട്, ഇത്രയും സ്പേസ് ഉണ്ട്. നമുക്ക് ഇതിനെയൊക്കെ ഈ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഏറ്റവും മികച്ച രീതിയിലാക്കണം. നമുക്ക് ഏറ്റവും മോസ്റ്റ് മോഡേൺ കമ്പ്യൂട്ടർ സിസ്റ്റംസ് ഇവിടെ വരണം. ഓഡിയോ വിഷ്വൽ സംവിധാനങ്ങൾ ഉണ്ടാക്കണം. നമ്മുടെ എല്ലാവർക്കും ഇപ്പോൾ കുറച്ച് പ്രായമുള്ള ആൾക്കാർക്ക് ഒരു ദിവസം വന്നിരുന്ന് ഒരു പഴയ സിനിമ ആണ് എല്ലാവരും കൂടെ ചേർന്നിരുന്നത്, അതിൻ്റെ ഒരു സുഖം വേറെയാണ്. അങ്ങനെ കാണണം. ഇൻ്റർനാഷണൽ ഈവൻറ്റ്സൊക്കെ നമുക്ക് വലിയ സ്ക്രീനിൽ കാണണം. ചെറുപ്പക്കാർക്ക് അവർക്ക് എന്തെങ്കിലും ടെക്നോളജിക്കലായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടത് കൂടെ അത് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകണം. പഠിക്കുന്ന കുട്ടികൾക്ക് ട്രെയിനിങ്, കമ്പ്യൂട്ടർ ഉപയോഗിച്ച് PSC ട്രെയിനിങ്, UPSC ട്രെയിനിങ്, ഇതിനൊക്കെയുള്ള സംവിധാനം ഉണ്ടാകണം. സ്റ്റാർട്ടപ്പ്സ് എഴുതുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ബിസിനസ് ചെയ്യുന്നവർക്ക് ഇതുവഴി ബിസിനസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകണം. അങ്ങനെ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന, അതായത് ഒരു കൂട്ടായ്മ, ഒരു സോഷ്യൽ ആക്ടിവിറ്റി നടക്കണമല്ലേ. അല്ലാതെ നമ്മൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ഈ മൊബൈലിൻ്റെ മുമ്പിൽ ഒറ്റയ്ക്കിരിക്കുന്ന അവസ്ഥ മാറി നമുക്ക് വീണ്ടും പഴയൊരു കൂട്ടായ്മയിലേക്ക് വരണം എന്നാണ് എൻ്റെ മനസ്സിൽ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന് ഈ ഒരു സംവിധാനത്തിലൂടെ നമുക്ക് സാധിക്കും, അല്ലെങ്കിൽ സാധിക്കണം. എന്നാലേ വീണ്ടും നമ്മൾ ഈ ഒരു സൊസൈറ്റിയായിട്ട് നിലനിൽക്കത്തുള്ളൂ. നമ്മളിപ്പം മനുഷ്യർ തമ്മിൽ ഈ ഒരു ബന്ധമൊക്കെ ഉണ്ട്, പക്ഷേ ബന്ധമുള്ള ആൾ തമ്മിലും കണ്ടാലില്ല, നമ്മളെ ബന്ധങ്ങളാണ്. അങ്ങനെയല്ല, നമുക്ക് പഴയ രീതിയിൽ വരണം. പക്ഷേ വിത്ത് ദി ഹെൽപ്പ് ഓഫ് മോസ്റ്റ് മോഡേൺ ടെക്നോളജി നമുക്ക് ഒന്നിക്കണം. അതാണ് ഞാൻ ഉദ്ദേശിച്ച കാര്യം. അപ്പോൾ ഈ പ്രോജക്റ്റിൽ ഉള്ള ഇപ്പോൾ നമ്മുടെയൊക്കെ കൊച്ചു മനസ്സിൽ ഉണ്ടായൊരു പ്രോജക്റ്റാണത്. ഇപ്പോൾ ജോസ് സാറും അത് കണ്ടിട്ടുണ്ട്. അവരുടെ അഭിപ്രായം പറയും, ഇത് ശരിയാണോ അല്ലെങ്കിൽ മുമ്പോട്ട് കൊണ്ടുപോകണോ, എന്തെല്ലാം ആഡ് ചെയ്യണമെന്നൊക്കെ പറയും. പിന്നെ നമുക്കിവിടെ ഈ പ്രോജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതായിട്ട് കുറച്ച് ആശങ്കകളുണ്ട്, അതിപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ കോഹ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇവിടെ കോഹയെപ്പറ്റി ഞാൻ നമ്മുടെ ആദ്യമായിട്ട് അതിൽ കോഹയെപ്പറ്റി ധാരണ പതിവില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ കമ്പ്യൂട്ടറിൻ്റെ ഒരു എക്സ്പെർട്ടായിട്ട് നമുക്ക് ബിനു കോശിയെ കിട്ടുന്നത്. ബിനു കോശി കോഹ കേട്ടിട്ടുണ്ട്, പക്ഷേ കോഹയിൽ ചെയ്തിട്ടില്ല. പക്ഷെ അദ്ദേഹം വളരെ കമ്മിറ്റഡാണ്. അദ്ദേഹം ഇവിടെ ഇരുന്ന് ആ കോഹയുടെ ഓരോ ആസ്പെക്റ്റും കണ്ടുപിടിച്ച് മനസ്സിലാക്കി ആ കോഹ നമുക്ക് വേണ്ടി അതിനെ ഒരു നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റി ആ കോഹ ഇൻസ്റ്റാൾ ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ എക്സ്പെർട്ടൈസ് അദ്ദേഹത്തെ കണ്ട് ഇപ്പം കൊല്ലം പബ്ലിക് ലൈബ്രറി അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഇത് ചെയ്തതിന് ശേഷം. അപ്പം എന്ത് കാര്യവും പെട്ടെന്ന് കണ്ട് മനസ്സിലാക്കി പഠിച്ച് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള കഴിവുള്ള ഒരാളാണ് ഈ ബിനു ഘോഷ്. അപ്പോൾ ജോസാറിനൊക്കെ ആവശ്യപ്പെട്ട് എപ്പോഴൊക്കെ അത്രയും അതായത് കാര്യം പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം അദ്ദേഹത്തിന്. ഒരു അറിഞ്ഞാത്തൊരു കാര്യം കൊടുത്താൽ മതി, പിള്ളേരോട് ഇരുന്ന് കണ്ട് പഠിച്ച് ചെയ്യും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹായത്തോടെയാണ് നമ്മളതെല്ലാം കമ്പ്യൂട്ടറിനകത്ത് കോഹ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ ബുക്കൊക്കെ എൻട്രി ചെയ്ത് തുടങ്ങി. നമ്മുടെ തന്നെ ആൾക്കാർ ചേർന്ന് കുറേശ്ശെ ബുക്ക് എൻട്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് സെക്കൻഡ് സ്റ്റേജിലേക്ക് കിടക്കാം. അപ്പോൾ സെക്കൻഡ് സ്റ്റേജിലേക്ക് കിടക്കുമ്പോൾ ഉണ്ടാകുന്ന കുറേ ആശങ്കകളുണ്ടല്ലോ, സാധാരണ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നമ്മുടെ ലൈബ്രറി കൗൺസിലിൻ്റെ അണ്ടറിലാണ് ഈ ലൈബ്രറി. ഇത് പ്രവർത്തിക്കേണ്ടത് അവരുടെ ചില മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ്. പക്ഷെ നമ്മളിപ്പം ഉദ്ദേശിക്കുന്ന കാര്യം ഈ ലൈബ്രറി കൗൺസിൽ വിഭാവനം ചെയ്തതിൻ്റെ വളരെ അപ്പുറത്താണ് നിൽക്കുന്നത്. അപ്പോൾ അത് ഇവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അത് നമുക്ക് അവരെ ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കും. ഉദാഹരണത്തിന് അവർ പറയുന്നത് എല്ലാം മലയാളത്തിലാക്കണം, നമ്മുടെ ബുക്ക് എൻട്രിയും കാര്യങ്ങളും ഒക്കെ മലയാളത്തിലാക്കണം. ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ഈ ലൈബ്രറിയിൽ ഇത്തരം കാര്യങ്ങൾ വെച്ചാൽ മലയാളികൾ മാത്രം അറിഞ്ഞവർ ലോകം മുഴുക്കെത്തണം നമ്മുടെ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ എത്തണമെങ്കിൽ അത് ഇംഗ്ലീഷിൽ തന്നെ ആകണം എന്നാണ് എൻ്റെ മനസ്സ്. അപ്പോൾ നമുക്കിപ്പോൾ ചെയ്യാവുന്നതിന് ബൈലിംഗ്വലാക്കാം. നമ്മളിപ്പോൾ വെബ്സൈറ്റ് ഇപ്പം ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞ വർഷം ഇതിനകത്ത് ബുക്ക് എൻട്രി ഇതൊക്കെ ബൈലിംഗ്വലാക്കാം. അപ്പോൾ നമ്മൾ അവരുമായിട്ട് ഒത്തു പോകണം. പക്ഷേ നമ്മുടെ ഈ ലൈബ്രറിയുടെ ഐഡിയ നമുക്ക് ഇതിനൊക്കെ അപ്പുറത്ത് പോകണം. നമ്മുടെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ അയത്തിലല്ല, കൊല്ലമല്ല, ഇന്ത്യയല്ല, ലോകരാജ്യങ്ങൾ മുഴുക്കെ നമ്മുടെ ഈ വെബ്സൈറ്റ് ഇതിനെപ്പറ്റി അറിയും. നമ്മളെപ്പറ്റിയുള്ള ഈ പ്രദേശത്തെ പറ്റിയുള്ള ഇന്ത്യയെ പറ്റിയുള്ള ഇൻഫർമേഷൻ ലോകം മുഴുക്കെ അറിയപ്പെടുന്ന ഒരു ചെറിയൊരു സെൻ്ററാക്കി നമ്മുടെ ഈ സ്ഥാപനം വളരണം. അങ്ങനെ വളർന്നാൽ അല്ല, നമ്മൾ വളരെ ചുരുങ്ങിയ രീതിയിൽ നമ്മൾ വളരെ വിശാലമായിട്ട് ചിന്തിച്ചാലേ എവിടെയെങ്കിലും ലെവൽ വരെ എത്താൻ പറ്റും. നമ്മൾ പഴമയിൽ തന്നെ നിൽക്കണമെന്ന് വിചാരിച്ചാൽ നമ്മൾ ഇങ്ങനെ എത്തത്തില്ല. അപ്പോൾ അങ്ങനെ ചില കിട്ടിസം ഉണ്ടായിട്ടുണ്ട്. നമ്മളെങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവർക്കും അവരവരുടെ വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടല്ലോ, അവരവരുടെ വീട്ടിൽ ഫോണുണ്ടല്ലോ, പിന്നെ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? അപ്പോൾ അങ്ങനെയല്ല, നമുക്ക് കുറച്ചുകൂടെ വിശാലമായിട്ട് ചിന്തിക്കണം. അത്തരം ഒരു കാഴ്ചപ്പാടാണ് നമ്മളെല്ലാം കൂടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം വർക്കൗട്ട് ചെയ്ത് വരുന്നത്. അപ്പോൾ അതൊരു ആശങ്ക. രണ്ടാമത്തത്, നമ്മുടെ സാധാരണക്കാരെ ഇത് എങ്ങനെ പ്രയോജനപ്പെടുത്തും? ഇപ്പോൾ കുറേ സിസ്റ്റമൊക്കെ ഇവിടെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇപ്പോൾ അതൊരു വലിയ വിഷയമാണ്, അതെന്താണെന്ന് പറയുന്നില്ല. നമ്മളിത്രയും ഒരുപാട് സിസ്റ്റമൊക്കെ വാങ്ങിച്ചുകൊടുത്ത് ആരാണ് ഉപയോഗിക്കേണ്ടത്? ഉപയോഗിക്കേണ്ട ചെറുപ്പക്കാരാണ്, പ്രധാനപ്പെട്ട ചെറുപ്പക്കാരെ മുമ്പോട്ട് വരുന്നത്. അപ്പോൾ ഇപ്പം ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരെ
കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അവരൊന്നിനും മുമ്പോട്ട് വരുന്നില്ല. അവരുടെ വലിയതായ ലോകത്തൊക്കെ ജീവിക്കുകയാണ്. അപ്പോൾ അവരുണ്ടെങ്കിലേ ഇത്തരം ഒരു പ്രോജക്റ്റ് മുമ്പോട്ട് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ചെറുപ്പക്കാരെ എങ്ങനെ നമുക്ക് ഈ ആകർഷിക്കാൻ, കൂടെ ചെറുപ്പക്കാരനാണ്